ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. മനസ്സിൻ്റെ സമാധാനം ഇതാഗ്രഹിക്കാത്തത് ആരുണ്ട്? ഒരുപക്ഷെ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അന്വേഷിക്കുന്നത് അതുതന്നെയാണ്. ടൂറിന് പോകുമ്പോൾ, ഒരു മനോഹരമായ സ്ഥലത്തിരിക്കുമ്പോൾ, ഒരു വീട്ടിൽ കുടുംബമായി ഒരുമിച്ച് സന്ദർശിക്കുവാൻ പോകുമ്പോൾ, വീട്ടുകാരോടൊപ്പം അല്പസമയം ഉല്ലസിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും പറയുന്നത് ഇതിലൂടെ മനസ്സൊന്ന് സമാധാനിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലെ ബാക്കി എല്ലാ വേദനകളും മറക്കുന്നുവെന്ന് അമ്മ സ്വയം കരുതുകയാണ്. പ്രിയമുള്ളവരെ, മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട അനേകർ ഇന്ന് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, എന്നാൽ മനസ്സിന് സമാധാനമില്ല. ജോലി ആസ്വദിക്കാൻ പറ്റുന്നില്ല, കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. വിജയങ്ങളേറെയുണ്ട്, സമ്പാദ്യമേറെയുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലതരത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ, ആത്മീയ മുന്നേറ്റങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ട് ലോകത്ത്. ഇവരെല്ലാം പറയുന്നത് മനസ്സിനെ എങ്ങനെ സമാധാനിപ്പിക്കാമെന്നാണ്. ലോകത്തെ പല ആചാര്യന്മാർ മനസ്സിനെ എങ്ങനെ സമാധാനിപ്പിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ നമ്മളോട് പറഞ്ഞു തരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ചില വിഭാഗങ്ങൾ മനസ്സിനെ സമാധാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങളൊന്ന് ചിന്തിക്കാതിരുന്നാൽ മതി. കാരണം ഈ മനസ്സാണല്ലോ ചിന്തിക്കുന്നത്, ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പഠിക്കുക. അതായത് ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനകത്ത് സോഫ്റ്റ്വെയർ മുഴുവൻ ഡിലീറ്റ് ചെയ്യുക. ഇനി ആ കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടാകത്തില്ലല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, ചിന്താശക്തി നൽകിയിരിക്കുന്നു. ഈ ചിന്തയിലാണ് നമ്മുടെ അസമാധാനത്തിൻ്റെ വിത്തുകളൊക്കെ വിതയ്ക്കപ്പെടുന്നത്. അവിടെയാണ് ഈ പ്രക്ഷുബ്ധാവസ്ഥയെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്ത അങ്ങോട്ട് പൂർണ്ണമായി നിർത്തിയേക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ സാധിക്കും? ചിലപ്പോൾ കത്തോലിക്ക സഭയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ അമ്മ ത്രേസ്യ പോലുള്ളവരൊക്കെ വളരെയധികം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം പല വിചാരങ്ങളില്ലാതെ ഉള്ളൊരു ആത്മീയതയെക്കുറിച്ചാണ്. പല വിചാരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒന്നും ചിന്തിക്കാതിരിക്കുന്നതിലല്ല, പല വിചാരങ്ങളെ ഒഴിവാക്കി ആവശ്യമുള്ള വിചാരത്തെ നിലനിർത്തുന്നതിലാണ് നമ്മളുടെ ആത്മീയ അഭ്യാസങ്ങളെല്ലാം ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: എങ്ങനെയാണ് ഈ മനസ്സിൻ്റെ ക്ഷോഭത്തെ ബൈബിൾ കൈകാര്യം ചെയ്യുന്നത്? മനസ്സിനെ സൃഷ്ടിച്ചവൻ തീർച്ചയായിട്ടും ഈ മനസ്സുപയോഗിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും വേണമെങ്കിൽ അസ്വസ്ഥത ഒഴിവാക്കാൻ ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്നിടത്ത് അങ്ങനെയേ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് അയ്യോ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിച്ചിട്ടുള്ളൂ: നിങ്ങൾക്ക് സമാധാനമില്ലേ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകണ്ട. പ്രിയമുള്ളവരെ, അത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ചില വ്യവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ പലരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഈ ലോകം പറയുന്നത് പോലെ അല്ല. ഒരിക്കൽ ഒരു സ്കൂളിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നു. അധ്യാപകർ ധാരാളമുണ്ട്, പല വിദ്യാർത്ഥികളുണ്ട്. ഈ സ്കൂളിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴി, അതായത് അതിനപ്പുറത്തേക്ക് താമസിക്കുന്നവർക്കെല്ലാം ആ വഴിയിലൂടെ വരാൻ പറ്റും. കേരളമാണ്, അവിടെ തെരുവ് നായ്ക്കളുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അതുവഴി വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരെന്നും ഭയത്തിലും ആശങ്കയിലുമാണ്. എന്നാലും അവരെല്ലാ ദിവസവും സ്കൂളിൽ വരും. അപ്പോൾ ഒരു അധ്യാപകന് ഇവരിത് വരുന്നു, പട്ടികളുടെ കടിയേക്കാതെയൊക്കെ വരുന്നു. എന്നാലും എല്ലാവർക്കും ആകുലതയാണ്. കാരണം ആ പട്ടികൾ കടിക്കുന്നൊക്കെ ഉണ്ട് ആളുകളെ. അപ്പോൾ കുഞ്ഞുങ്ങളെ എപ്പോഴെങ്കിലും കടിക്കും, അന്നത് സ്കൂളിലൊരു വിഷയമാകും. അതുകൊണ്ട് ഒരിക്കൽ അധ്യാപകൻ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ആ വഴിയിലൂടെ ഇങ്ങോട്ട് വരാൻ എന്ത് മാർഗമാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നത്? അതിലേറ്റവും കൊള്ളാവുന്നൊരു മാർഗം നമുക്ക് എല്ലാവർക്കും പിന്തുടരാം. അപ്പോൾ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഓരോ കുട്ടികൾ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു,
ഞാൻ അവിടെ വരുമ്പോൾ പട്ടികളെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഞാനിങ്ങനെ നടന്നു വരും. ഇതുവരെ എന്നെ കടിച്ചിട്ടില്ല. വേറൊരു കുട്ടി പറഞ്ഞത്, ഈ പട്ടികൾ വരാൻ സാധ്യതയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പട്ടിയെ വിചാരിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പട്ടികളുടെ സ്ഥലം കടന്ന്, പട്ടികൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവർക്കൊരു രാജ്യമുണ്ട്, അത് വിട്ടവർ പിന്നെ നമ്മളെ പിന്തുടരത്തൊന്നുമില്ല. പട്ടികളുടെ രാജ്യം കടന്നു കഴിയുമ്പോൾ ഞാൻ പിന്നെ നടന്നിങ്ങോട്ട് പോരും. അതാണ് ആ കുട്ടി പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞത് ഇതൊന്നുമല്ല. അയാൾ പറഞ്ഞത്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വീടുകളുണ്ടല്ലോ, ആ വീടിനൊക്കെ മതിലുണ്ട്, അവരെ നമ്മളെ പോകാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇതിലേക്കൂടെ വരാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ വല്ലവരുടെയും മതിലൊക്കെ ചാടി അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ കറങ്ങിയാണ് ഈ സ്കൂളിൽ വരുന്നത്. അപ്പോൾ ഇത് മൂന്നും സ്വീകാര്യമായിട്ട് അധ്യാപനം തോന്നില്ല. കാര്യം ഇതൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാണ്. മറ്റത് നാട്ടുകാർ അല്ലെങ്കിൽ ഈ മതിലിൻ്റെ ഉള്ളിൽ വേറെ പട്ടിയുണ്ടെങ്കിൽ അതും തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു പയ്യൻ, ഒരു കുഞ്ഞുകുട്ടി, വളരെ സമാധാനത്തിലാണ് എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നത്. അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് സാർ. എൻ്റെ അച്ഛൻ എന്നെ തോളത്തെടുക്കും, അച്ഛൻ്റെ കയ്യിലൊരു വലിയ വടിയുണ്ട്, എന്നിട്ട് അച്ഛൻ ഈ വടിയുമായിട്ട് എന്നെ ഈ സ്ഥലം കടത്തിവിടും. എന്നിട്ട് പട്ടികളുടെ രാജ്യം കഴിയുമ്പോൾ അച്ഛൻ എന്നെ നടത്തിവിടും, ഞാൻ നടന്നു പോരും. എല്ലാ ദിവസവും അച്ഛൻ വരുമ്പോൾ ഈ വടി അച്ഛനിങ്ങനെ വീശും, കാണിക്കും. ചില സമയത്ത് പട്ടി വന്നിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഈ വടിയെടുത്ത് ആഞ്ഞ് വീശുമ്പോൾ പട്ടികൾ പുറകോട്ട് ഓടും. അപ്പം അത് ഞാൻ കണ്ട് പഠിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തിരി വലുതാകുമ്പോൾ എനിക്ക് ആ വടിയും പിടിച്ച് വരാൻ പറ്റും. അപ്പം ഇവൻ്റെ മറുപടി സാറിന് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലേറ്റവും സുരക്ഷിതമായൊരു മാർഗ്ഗമായി സാറും കണ്ടത് അതാണ്. അപ്പൻ്റെ തോളത്ത് കയറിയിരിക്കുക, വരിക, വടി അപ്പൻ ഉപയോഗിക്കുന്നത് കണ്ടു പഠിക്കുക, പിന്നെ സ്വയം അത് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക. ഇത് കൊള്ളാമല്ലോ എന്ന് സാറ് പറയുകയാണ്. കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതുതന്നെയാണ് മനസ്സമാധാനത്തെക്കുറിച്ച് ലോകത്ത് നമുക്ക് കിട്ടുന്ന നിരവധി ഉപദേശങ്ങൾ. ചിലർ പറയുന്നത്, മനസ്സമാധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് പോയേക്കുക. പ്രശ്നമൊക്കെ അവിടെ ഉണ്ട്, സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങളൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. വേറെ ചിലർ ഓടിക്കോളാനാണ് പറയുന്നത്, ഫാസ്റ്റായിട്ട്. അതിന് ചില സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ പറയും, അപ്പോൾ നമുക്ക് സ്പീഡ് കൂടും. വേറെ ചിലർ ഏതെങ്കിലും കുൽസിത മാർഗങ്ങളിലൂടെ ഈ സമാധാന പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. എന്നാൽ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക്, നിങ്ങൾ എൻ്റെ കൈകളിലേക്ക്, എൻ്റെ കരങ്ങളിലേക്ക് വന്നാൽ മതി, ഞാൻ നിങ്ങളെ വഴി നടത്താം. പ്രിയമുള്ളവരെ, ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ബൈബിളിൽ ഈശോ ശിഷ്യന്മാരുമായി തോണിയിൽ ഇങ്ങനെ വരികയാണ്. സത്യത്തിൽ ഈ തോണിയും കടലും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ പ്രതീകങ്ങളാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് കാറ്റുണ്ടാകുന്നത്, ഭയങ്കരമായ കാറ്റ്. ഈ കാറ്റ് ഒരു അസമാധാനത്തിൻ്റെ അല്ലെങ്കിൽ അസമാധാനം ഉണ്ടാക്കുന്ന ചിന്തകളുടെ ഒരു പ്രവാഹമാണ്. അപ്പം ഇതിൽപ്പെട്ട് ഇവരിങ്ങനെ ഉഴലുകയാണ്. അപ്പോഴാണ് ശിഷ്യന്മാർ എഴുന്നേറ്റ്, ഈശോ ആണെങ്കിൽ വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഈ ഉറക്കം പിന്നീട് ഒരാൾ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് പത്രോസ്. ഇത് കണ്ടു പഠിച്ചതാണ്. അദ്ദേഹം ഈശോ ഉറങ്ങുന്നത് പോലെ പിന്നെ ജയിലിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈശോയാണ് ഉറങ്ങുന്നത്. ഈശോ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചുറ്റുവരുന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഇതാ പോണു, തീർന്ന്. അവർക്ക് ഒരു കാര്യം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, കർത്താവ് പോകത്തില്ലെന്ന് അവർക്ക് തോന്നുന്നു. അവർ തങ്ങളെക്കുറിച്ചാണ് വിളിക്കുന്നത്. അവർ ഈശോയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഈശോ എഴുന്നേറ്റിട്ട് അവരോട് ചോദിക്കുന്നൊരു ചോദ്യം വളരെ വ്യക്തമായി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. മത്തായി 8:26 കർത്താവ് ചോദിക്കുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? പ്രിയമുള്ളവരെ, മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത്. ഈശോ ഇങ്ങനെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്നാണ്. ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വൈകുന്നേരമായി വള്ളത്തിൽ കയറിയിരുന്ന് ഒരു നദിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഈശോ മിശിഹായുടെ കാലത്ത് സംഭവിച്ച പോലെ അവിടുത്തെ സംഗതികൾ മൊത്തം മാറി. വലിയൊരു കോളുണ്ടായി, കാറ്റുണ്ടായി, ഭയങ്കര മഴ പെയ്തു. അപ്പോൾ ഈ പത്രോസിൻ്റെയൊക്കെ വള്ളം ആടിയതുപോലെ ഈ വള്ളം ആടാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ കരയുകയാണ്, പേടിച്ചു. കൊച്ചു പെണ്ണാണ്, പണ്ടത്തെ കാലമാണ്, കുഞ്ഞു പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്ത.
കുറച്ച് കാലമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഭർത്താവാണെങ്കിൽ വലിയ സ്നേഹമാണ്. പക്ഷേ ഈ ഭർത്താവ് ഈ വള്ളത്തിനകത്ത് വളരെ അക്ഷോഭ്യനായിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇത്തിരി രസിക്കുന്നുമുണ്ട് ഈ മഴ വരുന്നതും കാറ്റ് വരുന്നതും വള്ളം കറങ്ങുന്നതും. അദ്ദേഹം അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഭാര്യ മരണഭയത്താൽ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഈ ഭാര്യ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ എന്നോടൊരു സ്നേഹമില്ലേ? ഞാനിപ്പം മരിക്കും, നിങ്ങളും മരിക്കത്തില്ലേ? ഇത് ഭയമില്ലേ? ഇതെന്ത് തരത്തിലുള്ള മനുഷ്യനാണ് എന്ന് ഈ ഭാര്യ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവ് പെട്ടെന്ന് ചെയ്തൊരു കാര്യം, ഭർത്താവിൻ്റെ അരയിലുണ്ടായിരുന്ന വാള് ഭർത്താവ് ഊരിയെടുത്തു. പണ്ടത്തെ കാലമാണ്, വാളൊക്കെ വെച്ചുകൊണ്ട് കിടക്കുന്ന കാലമാണ്. വാൾ ഊരിയെടുത്തിട്ട് ഭർത്താവ് ഈ ഭാര്യയുടെ കഴുത്തിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, മിണ്ടിപ്പോരും, നിന്നെ ഇപ്പം ഞാൻ കൊന്നുകളയും. ഈ പേടിയുടെ ഇടയ്ക്ക് ഭാര്യ ഒരൊറ്റ ചിരി, ഹാ എന്താണ് കാര്യം, നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പം നിന്നെ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എനിക്കറിയാം, നിങ്ങളുടെ കയ്യിലാണ് വാള്, നിങ്ങളാണത് പിടിച്ചേക്കുന്നത്, നിങ്ങളുടെ വാളാണ്, ആ വാളിന് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ കൊല്ലത്തില്ല, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എനിക്ക് ഉപദ്രവം വരുത്തത്തില്ല. അപ്പോൾ പുള്ളി വാൾ തിരിച്ചോറയിലിട്ടിട്ട് വള്ളത്തിലോട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ള മറുപടി. ഇതെൻ്റെ അപ്പൻ്റെ ഭൂമിയാണ്, ഇതെൻ്റെ അപ്പൻ്റെ വള്ളമാണ്, ഇതെൻ്റെ അപ്പൻ്റെ നദിയാണ്, ഇതെൻ്റെ അപ്പൻ്റെ കാറ്റാണ്, ഇതെല്ലാം എൻ്റെ അപ്പൻ്റെ കൈകളിലാണ്. ഞാനതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇതൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിനക്കതില്ലാതെ പോയത് കൊണ്ടാണ് നീ കിടന്ന് കരയുന്നത്, എനിക്കതുള്ളത് കൊണ്ടാണ് ഞാൻ അനങ്ങാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശുദ്ധനായ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കൽ ഒരു പ്രദേശത്തു കൂടെ നടന്നു പോവുക. അപ്പോൾ കുട്ടികളൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് മേഘമൊക്കെ മൂടി ഭയാനകമായ ഒരു അന്തരീക്ഷം. ഒരു മിന്നൽ ശക്തമായ ആകാശത്തു നിന്ന് വന്ന് പതിച്ചു. അത് ഈ വിശുദ്ധൻ നടന്നു പോകുന്ന വഴിയുടെ തൊട്ടു പിന്നിൽ, അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ തൊട്ട് പിറകിൽ, അതായത് ഒരു സെക്കൻഡ് മുമ്പ് അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് വീഴും എന്ന രീതിയിൽ വന്ന് പതിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ദൈവകൃപയാൽ വിശുദ്ധനൊന്നും പറ്റിയില്ല എന്ന് സാക്ഷികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധന് പറ്റിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഈ ഇത്തരം ഇടിമിന്നലുകൾ കണ്ട സമയത്തൊക്കെ എനിക്കും എൻ്റെ കൂടെ ഇരുന്നവർക്കും ഉണ്ടായ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും ഞെട്ടി. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഞെട്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം അടുത്ത് വന്നപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഉത്സാഹമായി ഒരു കാര്യം ചോദിക്കാൻ. അവരെല്ലാം പേടിച്ചിരിക്കുകയാണ്. അവർ ചോദിച്ചു, പിതാവേ, അങ്ങ് എന്തുകൊണ്ടാണ് ഞെട്ടാതിരുന്നത്? ഭയങ്കര ശബ്ദമായിരുന്നു, ഞങ്ങളെല്ലാം പേടിച്ചു കൂവി. അങ്ങയുടെ അടുത്താണ് മിന്നൽ വന്ന് വീണത്, പക്ഷെ അങ്ങ് ഞെട്ടിയില്ല. അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, അത് നമ്മുടെ ദൈവത്തിൻ്റെ മിന്നലാണ്, നമ്മുടെ അപ്പച്ചൻ്റെ മിന്നലാണ്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾക്ക് വിധേയപ്പെടുന്നവരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊരു പക്ഷേ ചോദിക്കുമായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സങ്കടം ഇത് തന്നെയാണ്. പ്രകൃതിയിലെ എല്ലാത്തിൻ്റെ മേലും നമുക്ക് ആധിപത്യം തന്ന ദൈവം ഇതിലൊന്നും പെട്ട് പോകാനല്ല നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനാവുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുന്നില്ല എന്നത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ദൈവം ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ പോലും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. എന്താണ് കാരണം ഈ ലോകം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധർ അത്യാഹിതങ്ങളെ ഭയപ്പെടുന്നില്ല, പ്രതിസന്ധികളെ ആകുലരാകുന്നില്ല. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നമുക്കറിയാം ഭയമാണ് മരണഭയം. നമ്മളുടെ തിരുസഭയിലാണ് ഏറ്റവും അധികം ആളുകൾ മരണഭയമില്ലാത്തവരായി കാണപ്പെട്ടിട്ടുള്ളത്. അവരുടെ പേരാണ് രക്തസാക്ഷികൾ. പ്രിയമുള്ളവരെ, ചിരിച്ചുകൊണ്ട് മരിക്കുക, സ്തുതിച്ചുകൊണ്ട് മരിക്കുക, പാടിക്കൊണ്ട് മരിക്കുക, ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ മരിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ വിശുദ്ധരെ ഒന്ന് പഠിച്ചാൽ മതിയാവും. സമാധാനത്തിൽ മരിക്കുക, കഴുത്ത് വെട്ടുമ്പോൾ വെറുതെ തലവെച്ച് കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇംഗ്ലണ്ടിലെ വിശുദ്ധ തോമസ് മോർ, അദ്ദേഹത്തെ കൊല്ലാൻ പോകുന്ന സമയത്ത് നീണ്ട താടി, കഴുത്ത് വെട്ടാൻ വന്ന ആളോട് അദ്ദേഹം തമാശ പറഞ്ഞ് മരിച്ചു എന്നല്ലേ പറയുന്നത്, സമാധാനത്തോടെ മരിച്ചു എന്നാണ് പറയുന്നത്. ഈ താടി നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല,
അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് താടി ഇങ്ങനെ മാറ്റിയിട്ടാണ് കഴുത്ത് കാണിച്ചു കൊടുത്തത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു രസമൊക്കെ തോന്നുന്നുണ്ട്. ലോറൻസ് എന്ന് പറയുന്ന വിശുദ്ധൻ എണ്ണയിലിടുമ്പോൾ രാജാവിൻ്റെ അടുത്ത് ഒരു വശം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വറുത്ത് അവിടെ ശരിയായി കഴിഞ്ഞപ്പോൾ രാജാവിനെ വിളിച്ച് പറഞ്ഞു, രാജാവേ ഈ ഭാഗം വെന്തിട്ടുണ്ടെന്ന് തിരിച്ചിട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മരിക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളെ നേരിടാൻ പറ്റുക, ഇതൊക്കെ നമ്മളുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന സമാധാനത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് സമാധാനം വേണമോ, ഈ അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ യേശുവിനോട് ചോദിക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള സന്ദേശം. യേശുവിനോട് ചോദിക്കുക. യേശു തരുന്നൊരു സമാധാനം ഈ ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിലെ ആചാര്യന്മാർ ആശാന്മാർ തരുന്ന പോലെ അല്ല. അവർ നിങ്ങളങ്ങനെയൊക്കെ മനസ്സ് വെച്ചോ എന്നൊക്കെ പഠിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷേ യേശുവിന് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാ ഞാൻ തരുകയാണ് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ മുട്ടുകൾ മടക്കി യേശുവിനോട്, കർത്താവേ നീ പറഞ്ഞിട്ടിരിക്കുന്ന ഈ സമാധാനം എനിക്ക് തരണമേ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. അപ്പോൾ അറിയാം യേശു തരുന്ന സമാധാനം എന്താണെന്ന്. ഇങ്ങനെ ചോദിച്ച എത്രയോ ആയിരങ്ങളുടെ കഥ, ജീവിതം, അങ്ങനെയുള്ള എത്രയോ കോടി മനുഷ്യർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സമാധാനമാണ് നമ്മൾ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടത്. യഥാർത്ഥത്തിൽ യേശുവാണ് സമാധാനം തരുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഈ കർത്താവിലേക്ക് മാത്രം മനസ്സുറപ്പിക്കുമ്പോൾ തന്നെ വചനം പറയുകയാണ്, യെശയ്യാ 26:3, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുവിൽ ഒന്ന് മനസ്സുറപ്പിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. മനസ്സിന് സമാധാനമില്ല, നമുക്ക് ഭയം തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എന്താണ് ഇങ്ങനെ, അങ്ങനെ ആകെ ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം അറിഞ്ഞോണം. ദൈവവചനം അനുസരിച്ച് നമ്മൾ അപ്പോൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലല്ല. പ്രൈസ് ദി ലോർഡ്. വചനം ഇതാണ്, 2 തിമോത്തി 1:7 ഇങ്ങനെ പറയാണ്, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഭീരുത്വത്തിൻ്റെ ഒരു ചിന്താഗതി പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഭീരുത്വം നമ്മളെ ഭരിക്കുന്നു എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. ധൈര്യവും സ്വസ്ഥതയും സമാധാനവും നമ്മളെ ഭരിക്കുന്നെങ്കിൽ അറിയുക, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവ് പിശാചിൻ്റെ ആത്മാവ്. അവനെ ബഹിഷ്കരിക്കാൻ ചിന്തിക്കാതിരുന്നാലൊന്നും പറ്റുകയില്ല. അവനെ പുറത്താക്കണം. അതിന് പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വിട്ട് ഓടും. അല്ലാത്ത പക്ഷം ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശുവിനോട് അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ, സഹായകനെ ചോദിച്ചു വാങ്ങിക്കണം. അതുകൊണ്ടാണ് യേശു തരുന്ന സമാധാനത്തിൻ്റെ ടെക്നിക്സ് എന്താണെന്ന്, യേശു തരുന്ന സമാധാനത്തിൻ്റെ സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത്. യേശു തരുന്ന സമാധാനം നമ്മളിൽ നിന്ന് ആരും കൊണ്ടുപോകത്തില്ലെന്നാണ് യേശു പറയുന്നത്. ആർക്കും അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതങ്ങോട്ട് സ്ഥിരപ്രതിഷ്ഠ കർത്താവ് നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമാധാനം തരുന്നവനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് യേശുവിനെ സമാധാനത്തിൻ്റെ ഉറവിടമെന്നും സ്ഥാപകനെന്നും അവന് തുല്യനായി മറ്റാരുമില്ല സമാധാനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാനം വേണമോ, കുടുംബത്തിലേക്ക് യേശുവിനെ വിളിക്കുക. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ആത്മാവ് യേശുവിൻ്റെ പ്രവൃത്തിയാൽ പുറത്തേക്ക് പോകും. അല്ലാതെ എല്ലാവരും ചിന്തിക്കാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സമാധാനം വരത്തില്ല. പകരം അവിടെ യേശു വരണം, അവൻ്റെ ആത്മാവ് വരണം. അപ്പം നമ്മളുടെ കുടുംബത്തിലേക്ക് യേശുവും അവൻ്റെ ആത്മാവും കടന്നു വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന സ്നേഹത്തിൻ്റെ ഘടകമായി അവർ മാറുമ്പോഴാണ്, യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമാധാനം എന്തെന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് പത്രോസ് ചെയ്ത പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുക. പത്രോസിന് ചുറ്റിലും സാഹചര്യമൊന്നും മാറിയിട്ടില്ല, കടുത്തു എന്ന് വേണേൽ പറയാം. അതായത് പണ്ട് പത്രോസ് ജയിലിലായില്ലായിരുന്നു, പത്രോസ് പുറത്താണ്. ആ സമയത്ത് ആൾക്കാർ ചോദിക്കുന്നേ ഉള്ളൂ, പത്രോസിൻ്റെ ഉള്ളിൽ സമാധാനം പോയി, എന്നെ ഇപ്പോൾ ഇവർ പിടിച്ചുകൊണ്ട് പോകും, ഇവരെന്നെ ജയിലിനകത്താക്കും, പിന്നെ ഇവരെന്നെ കൊല്ലും. ഇതായിരുന്നു പത്രോസിന്. ഒരു പടി കൂടെ കടന്ന് പത്രോസ് ജയിലിനകത്തായി കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പത്രോസിന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു കൊടുത്ത സമാധാനം കിട്ടിക്കഴിഞ്ഞു. അത് കാരണം പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങി, വാവയെപ്പോലെ, ഒരു കുഞ്ഞിനെ പോലെ ഈശോയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങി. ബാക്കിയുള്ളവരൊക്കെ അന്തം വിട്ടുപോകുന്ന രീതിയിലുള്ള പത്രോസിൻ്റെ സമാധാനം. പ്രിയമുള്ളവരെ, ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഈ സമാധാനം പരിശീലിക്കണം. എന്ത് സംഭവിച്ചാലും നമ്മൾ ആദ്യമേ പറയണം,
എൻ്റെ യേശുവിൻ്റെ സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് മറ്റുള്ള അസമാധാനം ഉണ്ടാക്കുന്ന എല്ലാ ഘടകങ്ങളെക്കാളും ഉപരിയായി നമ്മൾ യേശുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിനെ വിളിക്കണം. അവന് മാത്രമേ ഉള്ളൂ നമുക്ക് പോംവഴി തരാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ പ്രത്യേകത, യേശു വന്നിട്ട് സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മാറ്റും, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ യേശു ആദ്യം ചെയ്യുന്നത്, നിൻ്റെ ഹൃദയത്തിലാണ് ഈ അസമാധാനം ഉള്ളത്, അത് എടുത്തു മാറ്റി. നിൻ്റെ ഹൃദയത്തിലാണ് ഈ ഭീരുത്വമൊക്കെ പിശാച് തരുന്നത്, ഭയം തരുന്നത്, പേടി തരുന്നത്, ഉത്കണ്ഠ തരുന്നത്. അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി യേശു അവിടെ സമാധാനം സ്ഥാപിക്കുകയാണ്, അകത്ത് സ്ഥാപിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ചില സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധരും കർത്താവിൻ്റെതല്ലാത്ത മക്കളും ഒരേപോലെ ചില സ്ഥലങ്ങളിലായിരുന്നിട്ടുണ്ട്. വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ പൗലോസും ഒരു വള്ളത്തിലായിരുന്നിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ പൗലോസ് അക്ഷോഭ്യനായിരുന്നു. പൗലോസിൻ്റെ കയ്യിൽ പാമ്പ് ചുറ്റി, പൗലോസ് കുടഞ്ഞ് അതിനെ തീയിലേക്ക് ഇടുകയാണ് ചെയ്തത്. അക്ഷോഭ്യനായിരുന്നു. അതായത് ഇങ്ങനെ അക്ഷോഭ്യനായിരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ സമാധാനം വേണം. ഈ സമാധാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കരങ്ങൾ കൂപ്പാം. കർത്താവായ യേശുവേ, യഥാർത്ഥത്തിലുള്ള സമാധാനം നീയാണ് തരുന്നതെന്ന് ഈ ലോകത്തിൽ ഞങ്ങൾ കേൾക്കുന്നു. വലിയ വലിയ പാപികൾ പോലും നിന്നിൽ നിന്ന് സമാധാനം കണ്ടെത്തിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നാഥ, ഈ സമയം അങ്ങയോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഭരിക്കുന്നതായ ഭീരുത്വത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, അസ്വസ്ഥതയുടെ, അരൂപികളുടെ ഭരണത്തെ കർത്താവെ ഈ സമയം അങ്ങ് നീക്കം ചെയ്യണമേ. പകരം സ്നേഹവും സമാധാനവും വിതയ്ക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം യേശുവിൻ്റെ സമാധാനമുള്ള കുടുംബമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.